കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏത്? 1856. ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി. ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? 1888. SNDP യോഗം സ്ഥാപിതമായ വർഷം ഏത്? 1903 മെയ് 15. SNDP യോഗത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അരുളിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? 1913. ജാതിമീമാംസ, ദർശനമാല, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? കളവൻകോട് ക്ഷേത്രം. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം എവിടെയാണ്? കണ്ണമൂല. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നിവ രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം ഏത്? 1882. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പത്മന. പുലയ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. അയ്യങ്കാളി ജനിച്ച സ്ഥലം എവിടെയാണ്? വെങ്ങാനൂർ. സാധുജനപരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ച വർഷം ഏത്? 1907. ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏതാണ്? 1893. വില്ലുവണ്ടി സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ഏതാണ്? വെങ്ങാനൂർ പണിമുടക്കു സമരം. പെരിനാട് ലഹള അഥവാ കല്ലുമാല ലഹളം സമരം നടന്ന വർഷം ഏതാണ്? 1915. നെടുമങ്ങാട് ചന്ത ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജൻ ആരാണ്? അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ ഹരിജൻ പത്രം ഏതാണ്? സാധുജന പരിപാലിനി. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിതമായ വർഷം ഏതാണ്? 1836.